നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവരും കാത്തിരുന്ന സൊമാറ്റോയുടെ ഓഹരി ഇതാ വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം SBI കാർഡ് 10,000-ലേറെ കോടി രൂപ മൂലധന വിപണിയിൽ നിന്ന് സമാഹരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ തുക സമാഹരിക്കാൻ എത്തിയിരിക്കുകയാണ് സൊമാറ്റോ സമാഹരിക്കുന്നത് 9,375 കോടി രൂപയാണ് മൂലധനമായിട്ട് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കാൻ പോകുന്നത്. അതായത് ഒരു വലിയ മെഗാ ഇഷ്യൂ തന്നെയാണ് സൊമാറ്റോ നടത്തിയിരിക്കുന്നത്. ഈ ഇഷ്യൂവിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ പറയട്ടെ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോഴപ്പോൾ അറിയിപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കമൻറ്റുകൾ മറക്കാതിരിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സൊമാറ്റോയുടെ ഗ്രോത്ത് സ്റ്റോറി എല്ലാം ഒരു കേസ് സ്റ്റഡി പോലെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. പങ്കജ് ചദ്ദ, ദീപീന്ദർ ഗോയൽ എന്നീ പറയുന്ന യുവാക്കൾ സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങി 2008 തുടങ്ങിയ ഒരു കമ്പനിയാണിത്. ഇന്നത് മൂലധന വിപണിയിൽ നിന്ന് 9,375 കോടി സമാഹരിക്കാൻ കഴിവുള്ള ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രധാന പ്രൊമോട്ടറായിട്ട് നമുക്ക് പറയാവുന്നത് ഇൻഫോഎഡ്ജ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ കൈവശമുള്ള ഓഹരികളിൽ ഒരു ഭാഗം വിപണിയിൽ വിറ്റഴിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഓഫർ ഫോർ സെയിലായിട്ടൊരു 375 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ അവർ വിൽക്കുന്നുണ്ട്. ബാക്കി 9,000 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് ഈ കമ്പനി നടത്തുന്നത്. അങ്ങനെയാണ് 9,375 കോടി രൂപയുടെ ഒരു ഇഷ്യൂ ആയിട്ട് ഇത് മാറിയിട്ടുള്ളത്. ഇവരുടെ പ്രവർത്തന മേഖല നമുക്ക് എല്ലാവർക്കും അറിയാം. ഫുഡ് ഡെലിവറിയാണ് ഇവരുടെ പ്രധാന പ്രവർത്തന മേഖല. അപ്പോൾ ഇനി നമുക്ക് ഈ ഇഷ്യൂവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇത്രയും കാലത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും സൊമാറ്റോയുടെ ഫുഡ് ഓർഡർ ചെയ്യാത്തവരുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും കസ്റ്റമേഴ്സ് സാധാരണ നിലയിൽ അവരുടെ ആ പ്ലാറ്റ്ഫോം വഴി റെസ്റ്റോറൻറ്റുകൾ കണ്ടെത്തുന്നു, അതിൽ ഫുഡ് അവർ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് മറ്റ് കസ്റ്റമേഴ്സ് എഴുതിയിരിക്കുന്ന റിവ്യൂകളൊക്കെ വായിക്കാം. അതോടൊപ്പം തന്നെ ഫോട്ടോസെല്ലാം അതിൽ കാണുകയും ചെയ്യാം. നമുക്ക് ഹോട്ടലിൽ നമ്മുടെ സീറ്റ് വരെ നമുക്ക് ബുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ സൊമാറ്റോയുടെ ടെക്നോളജി ഉള്ളത്. ഇത് കൂടാതെ മറ്റൊരു സമാഹരണ വിതരണ സംവിധാനം കൂടി സൊമാറ്റോ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഹൈപ്പർ പ്യൂർ ആയിട്ടുള്ളതും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അത് കൂടാതെ കിച്ചൺ പ്രോഡക്ട്സ്, ഇതെല്ലാം റെസ്റ്റോറൻറ്റ്സിന് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 4.15 കോടി ജനങ്ങളാണ് അവരുടെ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇവരുടെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ സൊമാറ്റോയുടെ, അത് ഉപയോഗിച്ചിട്ടുള്ളത്. 526 ഇന്ത്യൻ നഗരങ്ങളിൽ പ്രസൻസ് ഇവർക്കുണ്ടെന്ന് മാത്രമല്ല, ഏകദേശം 3,50,000-ൽ പരം റെസ്റ്റോറൻറ്റുകളുമായിട്ട് ഇവർക്ക് ടൈഅപ്പും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അത് കൂടാതെ 21ഓളം വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ബന്ധങ്ങളുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ അത് കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സൊമാറ്റോയുടെ. ഈ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ആപ്ലിക്കേഷൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ 3 വർഷക്കാലത്ത്, അത് പ്ലേ സ്റ്റോറിലാണെങ്കിലും iOS ആപ്പിലാണെങ്കിലും ഏത് ലെവലിൽ നോക്കുകയാണെങ്കിലും സൊമാറ്റോ ആണ് വളരെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ സൊമാറ്റോയുടെ പ്രധാനപ്പെട്ട പ്രൊമോട്ടർമാർ ആരാണെന്ന് ചോദിച്ചാൽ, പ്രൊമോട്ടർ എന്നല്ല, ഏറ്റവും കൂടുതൽ ഓഹരികൾ കൈവശമുള്ളവർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻഫോഎഡ്ജിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അവരാണ് കയ്യിലുള്ള ഓഹരികളുടെ എണ്ണം കുറച്ച് കുറയ്ക്കുന്നുണ്ട്. അവർ 375 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കുകയാണ്. അത് കൂടാതെ ഊബർ ബേബി അവർ 9.13% അവരുടെ കൈവശമുണ്ട്. പിന്നെ അലിപേ സിംഗപ്പൂർ കമ്പനിയാണ്. അലിപേ 8.33% അവരുടെ കൈവശമുണ്ട്. പിന്നെ ആൻഫിൻ സിംഗപ്പൂർ കമ്പനി തന്നെയാണ്, 8.2% അവരുടെ കയ്യിലുണ്ട്. പിന്നെ ടൈഗർ ഗ്ലോബൽ 6% ഉണ്ട്. സെക്വയ ക്യാപിറ്റൽ 5.98% ഉണ്ട്. പിന്നെ നമ്മൾ ഇത് ഫൗണ്ടറായിരുന്ന ആദ്യം ഇത് തുടങ്ങിയ വ്യക്തി ദീപീന്ദർ ഗോയലിൻ്റെ കൈവശം ഇപ്പോൾ 5.51% ആണ് ഓഹരി ഉള്ളത്. പിന്നെ ടീമാസ് ഹോൾഡിംഗ് അതൊരു സബ്സിഡിയറിയാണ്, 3.65% ആണ്.
അതിൻ്റെ കൈവശമുള്ളത്. പിന്നെ വേറെയും കുറച്ച് നല്ല സ്റ്റേക്ക് ഉള്ളവരുണ്ട്. പക്ഷേ ഇതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റിൽ കാണുന്നത്. അനൗദ്യോഗികമായിട്ട് പറയുന്നത് കമ്പനിക്ക് ഇപ്പോൾ 53,000 കോടിയിൽ പരം മൂല്യമുണ്ടെന്നാണ്. പക്ഷെ അവരുടെ കണക്കുകളിൽ ഫിനാൻഷ്യൽ റിസൾട്ടുകളൊക്കെ നോക്കുമ്പോൾ അത് അത്രയും അങ്ങനെ പ്രതിഫലിച്ച് കാണുന്നില്ല, കുറച്ച് ലോസിലൊക്കെയാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ ഈ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് പോകും, ലാഭത്തിലേക്ക് കുതിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഇപ്പോൾ ഈ IPO നടത്തുന്നതിന് വേണ്ടിയിട്ട് സെബിയിൽ സബ്മിറ്റ് ചെയ്ത പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം ഇതുവരെ 682 കോടി രൂപ അവർക്ക് ലോസ് ആണെന്നുള്ളതാണ്. പക്ഷേ ഇത്രയും ലോസ് ആയിട്ടുള്ള ഒരു കമ്പനിയെ പോലും ആവേശത്തോടു കൂടി ജനങ്ങൾ കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ, ഈ കോവിഡ് കാലത്ത് അവരുടെ ലാഭം 3 ഇരട്ടി, അതിന് മുൻവർഷത്തെ അപേക്ഷിച്ച് 3 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നഷ്ടമെല്ലാം തന്നെ നികത്തി അത് ലാഭത്തിലേക്ക് കുതിക്കും എന്നുള്ളൊരു ധാരണയിലാണ് എല്ലാവരും തന്നെ ഉള്ളത്. നമുക്ക് ഈ കണക്കുകളിലേക്ക് തന്നെ നോക്കാം. 2018 മുതലുള്ള കണക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് 2019 കണക്ക് നോക്കുക. 1313 കോടി രൂപയാണ് അവരുടെ റവന്യൂ ആയിട്ട് കാണുന്നത്. അത് 2020 ആയപ്പോൾ 2605 കോടിയാണ് അവരുടെ റവന്യൂ. എന്നാൽ ഈ സാമ്പത്തിക വർഷം ഇതുവരെ 6330 അതായത് അത് വളരെ ഒരു ജമ്പാണ് നടത്തിയിരിക്കുന്നത്. 6330 ചാടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇത് നെഗറ്റീവാണ്, അതായത് നഷ്ടത്തിലാണ് കമ്പനി. ഈ നഷ്ടത്തിലായിരുന്നത് നോക്കൂ, 2019 1010.23 കോടി രൂപ ലോസ് ആയിരുന്നത് അതിൻ്റെ അടുത്ത വർഷമായപ്പോഴത്തേക്ക് 2385.6 നഷ്ടം കൂടുകയാണ് ചെയ്തത് 2020 ആയപ്പോൾ. എന്നാൽ 2021 ഇതുവരെ ഇതിൻ്റെ നഷ്ടം വെറും 682 കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നെഗറ്റീവ് വരുന്നു, അവരുടെ ലോസ് എല്ലാം നെഗറ്റീവ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിന് പെട്ടെന്ന് തന്നെ അത് പ്രോഫിറ്റിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരും തന്നെ വെച്ച് പുലർത്തുന്നത്. സൊമാറ്റോയുടെ IPOയുടെ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ദിവസമാണ്. ആ ഡേറ്റിന് മുമ്പ് നിങ്ങളുടെ കൈവശം ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടർമാരിൽ ഒന്നായിട്ടുള്ള ഇൻഫോ എഡ്ജ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഓരോ ഓഹരിയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ സ്കോപ്പ് നിങ്ങൾക്ക് എംപ്ലോയീസ് കോട്ട എന്നുള്ളൊരു കോട്ടയിൽ നിങ്ങൾക്ക് ഈ ഓഹരി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ ഡേറ്റ് കഴിഞ്ഞ ദിവസമായിരുന്നു, അത് കഴിഞ്ഞുപോയി. ഈ കമ്പനിയാണ് അവരുടെ കൈവശമുള്ള ഓഹരിയുടെ 50% ഓഫർ ഫോർ സെയിലായിട്ട് വിൽക്കുന്നത്. അതായത് ഒരു 375 കോടിയാണ് അവർ വിൽക്കുന്നത്. അവരുടെ കൈവശം 750 കോടി രൂപയുടെ ഓഹരിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ പകുതി ഇപ്പോൾ അവർ വിൽക്കുകയാണ്. ആ കമ്പനിയുടെ എംപ്ലോയീസിനാണ് അവർ ഒരു എംപ്ലോയി കോട്ടയിൽ കുറച്ച് ഓഹരികൾ കൊടുക്കുന്നത്. ആക്ച്വലി ഈ IPOയ്ക്ക് വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് സെബിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സൊമാറ്റോ ഉദ്ദേശിച്ചിരുന്നത് 8250 കോടി രൂപ സമാഹരിക്കാനായിരുന്നു. എന്നാൽ അതിനുശേഷം ഇതിനുണ്ടായിട്ടുള്ളൊരു ഡിമാൻഡ് മാർക്കറ്റിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ഈ ഓഹരിയിൽ ഉണ്ടായിട്ടുള്ളൊരു ഡിമാൻഡ് കണ്ടപ്പോൾ അവരത് കൂട്ടുകയാണ് ചെയ്തത്. 9375 കോടി രൂപയാക്കി 1125 കോടി രൂപ കൂടി കൂടുതൽ സമാഹരിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ പ്രോസ്പെക്ടസിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും പിന്നീട് സെബി ഒരു സ്പെഷ്യലായിട്ട് അത് അനുവദിക്കുകയായിരുന്നു. അതിനൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അവരത് അത്രയും അനുവദിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത് 9375 കോടി രൂപയിലേക്ക് മാറിയിട്ടുള്ളത്. പക്ഷേ ലോസിൽ പോകുന്ന, ഇപ്പോൾ ലോസിലായിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള സാധാരണ നിക്ഷേപകർക്ക് 10% ലഭിക്കുകയുള്ളൂ. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ലോസിൽ പോകുന്ന കമ്പനി IPO നടത്തുന്ന സമയത്ത് 10% കൊടുക്കുള്ളൂ. കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സാധാരണക്കാരൻ 35% ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനിയുടെ IPO ആണെങ്കിൽ 35% റീറ്റെയിലേഴ്സിന് തരേണ്ടതാണ്. ഇത് 10% ഉള്ളൂ. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുകയാണ് ഓഹരി. പിന്നെ ബാക്കിയുള്ള 15% അല്ലാത്ത, അതായത് HNIs എന്ന് പറയുന്ന ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെല്ലാം കൊടുക്കുന്നത്. ഇനി സൊമാറ്റോയുടെ ഓഹരി IPOയുടെ വിവരങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. സബ്സ്ക്രിപ്ഷൻ ഡേറ്റ് 14-ാം തീയതി ഓപ്പൺ ആവും, 16-ാം തീയതി ക്ലോസ് ചെയ്യും ഇഷ്യൂ. അതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 76 രൂപയായിരിക്കും. അതായത് അതിൻ്റെ കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് 76 ആണ്. ഫ്രഷ് ഇഷ്യൂ 9000 crores റുപ്പീസിനുള്ള ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത്. ഓഫർ ഫോർ സെയിൽ നമ്മൾ പറഞ്ഞു 375 കോടി രൂപയ്ക്കുള്ള
ഓഫർ ഫോർ സെയിലാണ് നടക്കുന്നത്. ടോട്ടൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ 9375 കോടി രൂപയാണ് അവർ വിപണിയിൽ നിന്ന് സമാഹരിക്കുന്നത്. അതിൽ 9000 കോടി രൂപയാണ് കമ്പനിക്ക് നേരെ കിട്ടുന്നത്, മറ്റത് പ്രൊമോട്ടർ കൊണ്ടുപോകുന്ന തുകയാണ്. മിനിമം എത്ര ഓഹരി അപ്ലൈ ചെയ്യണം? അത് 195 ഷെയർസ് ആണ്, 195 ഓഹരികളാണ് നമ്മൾ ഒരാൾ അപ്ലൈ ചെയ്യേണ്ട മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വില എത്രയായിരിക്കും? ഈ 76 രൂപ വെച്ചിട്ട് 14,820 ആയിരിക്കും ഒരാൾ മുടക്കേണ്ടി വരിക ഒരു ആപ്ലിക്കേഷനിൽ ഒരു ലോട്ട് അപ്ലൈ ചെയ്യുന്നയാൾക്ക്. അത് ഒരാൾക്ക് മാക്സിമം റീറ്റെയിലർ ആണെങ്കിൽ അപേക്ഷിക്കാവുന്നത് 2535 ഓഹരികളാണ് റീറ്റെയിലർക്ക്. അത് കഴിഞ്ഞാൽ അവൻ HNI ആയി മാറും. അപ്പോൾ ഒരു റീറ്റെയിലർക്ക് പരമാവധി 1,92,660 രൂപ. അത് 2 ലക്ഷത്തിലേക്ക് കടന്നാലാണ് HNI ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ താഴെയാണ് ഒരു റീറ്റെയിലർ എന്ന് പറയുന്നത്. ഇത് ഫേസ് വാല്യൂ, ഓഹരിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 രൂപയാണ്. പിന്നെ റീറ്റെയിലേഴ്സിന് 10% കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു മെഗാ ഇഷ്യൂ ആണല്ലോ ഇത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ്. ഇനി ഡേറ്റുകളിലേക്ക് ഒന്ന് നോക്കാം. 16-ാം തീയതി ഇഷ്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെന്റ് വരുന്നത് 22-ാം തീയതിയാണ്. റീഫണ്ട് 23-ാം തീയതി ജൂലൈയിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത് 26-ാം തീയതിയാണ്. ലിസ്റ്റിംഗ് ആണ്, ലിസ്റ്റിംഗ് ഡേറ്റ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും അന്വേഷിക്കുന്നത്. ലിസ്റ്റിംഗ് 27th ജൂലൈ, 27-ാം തീയതിയാണ്. ഇതെങ്ങനെയാണ് ഷെയർ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. എന്തായാലും അസ്ബ ഫെസിലിറ്റി ഉപയോഗിച്ച് ഓൺലൈൻ ബാങ്കിങ്ങിലാണ് ഇത് അപേക്ഷിക്കാൻ ഏറ്റവും എളുപ്പം. നിങ്ങൾക്ക് ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ആ ബാങ്കുകാർ നൽകിയിട്ടുണ്ട്. അത് ബാങ്കുകാരോട് അറിയാത്തവർ ബാങ്കുകാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഞാൻ തന്നെ അസ്ബ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ പഴയ വീഡിയോ എടുത്ത് കാണുക. ഈ കഴിഞ്ഞ ദിവസം എന്നെ പല സുഹൃത്തുക്കളും വിളിച്ചിരുന്നു. അവരോടെല്ലാം അത് പറഞ്ഞപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി എന്നൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് അത് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് NSEയുടെയോ BSEയുടെയോ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഫോംസ് ഡൗൺലോഡ് ചെയ്ത് ഫിസിക്കലായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറെയോ അല്ലെങ്കിൽ ബാങ്കിനെയോ ഏൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ മെഗാ ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത് ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ലീഡ് മാനേജേഴ്സ് എന്ന് പറയുന്നത് കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, മോർഗൻ സ്റ്റാൻലി, ക്രെഡിറ്റ് സ്വിസ്, BOFA സെക്യൂരിറ്റീസ്, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ, ഇവരെല്ലാമാണ് ഇതിൻ്റെ പ്രധാന ലീഡ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, സൊമാറ്റോയുടെ IPO കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കമൻറ്റുകൾ ഇടാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. എന്തായാലും അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. നന്ദി, ബൈ.